അസ്സലാമു അലൈക്കും. നിങ്ങളെപ്പോഴെങ്കിലും മനസ്സിന് യാഥാർത്ഥമായൊരു സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ സമാധാനം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നതാണ്. അത് വെറും കുറച്ച് നേരത്തേക്കുള്ള സന്തോഷം മാത്രമല്ല, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും കൂടെ നിൽക്കുന്ന ഒരു സമാധാനമാണ്. ആ സമാധാനം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ എത്ര വലിയ വിഷമത്തിലാണെങ്കിലും എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും ആ സമാധാനം നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയും. അത് വളരെ ദൂരെയുള്ള ഒന്നൊന്നുമല്ല, ചിലപ്പോൾ ആത്മാർത്ഥമായ ഒരു സുജൂദ് മതി. ആദ്യം എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ സമാധാനം സ്ഥിരമല്ലാത്തത് എന്ന് നോക്കാം. നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്: നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ സന്തോഷമാകും, നല്ല ജോലി കിട്ടിയാൽ മനസ്സ് സമാധാനം കിട്ടും, നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം ശരിയാകും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണോ? ഇതെല്ലാം നേടിയിട്ടും ഉള്ളിൽ സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിൻ്റെ കാരണം ഒന്ന് മാത്രമാണ്: നമ്മളെ ഈ ലോകത്തിന് മാത്രം വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ആത്മാവ് അള്ളാഹുവിനെ അറിയാനും അവനിലേക്ക് മടങ്ങി ചെല്ലാനുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ പദവിയിൽ നിന്നോ നേട്ടങ്ങളിൽ നിന്നോ സമാധാനം തേടുമ്പോൾ അത് സ്ഥിരമായി ലഭിക്കുകയില്ല. പക്ഷേ അള്ളാഹുവിൽ നിന്ന് അത് തേടുമ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത സമാധാനമായിട്ട് മാറും. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. ഇത് നമ്മളിൽ പലർക്കും ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ആത്മാർത്ഥമായി ദുആ ചെയ്തതിന് ശേഷം, സുജൂദിൽ കരഞ്ഞ് അള്ളാഹുവിനോട് സംസാരിച്ചതിന് ശേഷം ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാശ്വാസം തോന്നിയിട്ടില്ലേ? അതാണ് യഥാർത്ഥ സമാധാനം. ഇനി ആ സമാധാനം എങ്ങനെ നേടാമെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ദിക്ർ ചൊല്ലലാണ്. ദിക്ർ നമ്മുടെ ആത്മാവിൻ്റെ ശ്വാസം പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് നിങ്ങൾ ദിനേന ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ വീട്ടുജോലിയിലായാലും അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കുമ്പോഴായാലും ജോലി ചെയ്യുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതിനൊന്നും സമയമില്ലെങ്കിൽ നമ്മൾ 5 വക്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചതിന് ശേഷം കുറച്ച് സമയം ഇരുന്നിട്ട് എല്ലാം 33 പ്രാവശ്യം നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് പതിയെ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. ചെറുതായി തുടങ്ങി നോക്കുക, പിന്നീട് നിങ്ങളുടെ ഹൃദയം തന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊതിക്കും. രണ്ടാമത്തത്, അള്ളാഹുവിനോട് സംസാരിക്കുക. വളരെ വലിയ രീതിയിൽ വലിയ വാക്കുകളൊന്നും വേണ്ട, ഹൃദയത്തിലുള്ളത് അതുപോലെ തന്നെ അള്ളാഹുവിനോട് പറയുക: യാ അല്ലാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എന്നെ സഹായിക്കണേ. ഇത് മാത്രം മതി. ദുആ വെറും ആവശ്യങ്ങൾ പറയൽ മാത്രമല്ല, അതും ഒരു ആരാധനയാണ്. നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചാലും അള്ളാഹുവിന് മടുപ്പ് വരില്ല. അതേ ദുആ എല്ലാ ദിവസവും പറഞ്ഞാലും അവൻ കേൾക്കും. അടുത്തത്, ഖുർആനുമായിട്ട് ബന്ധം വളർത്തുക. ഖുർആൻ ഒരു പുസ്തകം മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. വിഷമമുള്ള സമയത്ത് കുറച്ച് ആയത്തുകൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചു നോക്കുക. അപ്പോൾ അത് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും. അത് യാദൃശ്ചികമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. അടുത്തത്, സുജൂദ്. ഒരു അടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം അത് സുജൂദിലാണ്. നിങ്ങളുടെ കണ്ണീർ ഒരിക്കലും പായാക്കാത്ത സ്ഥലം, എല്ലാ വിഷമങ്ങളും തുറന്നു പറയാൻ കഴിയുന്നൊരു സ്ഥലം. വാക്കുകൾ കിട്ടുന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങളുടെ നിശബ്ദത പോലും അള്ളാഹുവിന് മനസ്സിലാകും. അവസാനമായിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വസിക്കുക. ചിലപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയത് കൊണ്ടല്ല മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഏറ്റവും നല്ലത് മാത്രമേ തീരുമാനിക്കൂ എന്ന വിശ്വാസമാണ് യഥാർത്ഥ സമാധാനം നൽകുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെയോ എവിടെയോ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ നിങ്ങളെ തെറ്റായ സ്ഥലത്തേക്ക്, ഒരു മോശപ്പെട്ട സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്? ഒരിക്കലും തോന്നില്ല. അപ്പോൾ നമ്മളെ ഉമ്മയേക്കാൾ അല്ലെങ്കിൽ ഉപ്പയേക്കാൾ 70 ഇരട്ടി സ്നേഹിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കണം. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടണമെന്നില്ല, പക്ഷേ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത് അതിലും നല്ലതായിരിക്കും. അതിനാൽ അവൻ്റെ തീരുമാനത്തിൽ മാത്രം വിശ്വസിക്കുക. ഇടയ്ക്കിടെ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക: ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം മതി, കാര്യങ്ങളെ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ്.
ഇത് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം അത് വിശ്വസിക്കാൻ തുടങ്ങും. അവസാനമായി ഒരു കാര്യം കൂടി, നിങ്ങളുടെ മനസ്സ് എത്ര തകർന്നിട്ടുണ്ടെങ്കിലും, എത്ര രാത്രികൾ ആരും അറിയാതെ കരഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും, അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക, അള്ളാഹുവിലേക്ക് മടങ്ങി വരിക. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ ആദ്യം പൂർണ്ണമായ ആളാകണമെന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചു വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വീകരിക്കും. അപ്പോൾ ഈ ലോകത്തിന് ഒരിക്കലും നൽകാൻ കഴിയാത്ത ഒരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറച്ചു തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും പങ്കുവെച്ച് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഹൃദയങ്ങൾക്ക് യഥാർത്ഥ സമാധാനം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.